ഞങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുന്നിടത്തൊക്കെ ഞങ്ങൾ തെരുവുകളിൽ നിന്ന് വിളിച്ചു ചോദിക്കാറുണ്ട്, ഇത്രയും നാൾ മദ്യപിച്ചിട്ട് ജീവിതത്തിലെ ഏതെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ സാധിച്ചുവെന്ന് പറഞ്ഞ് ആരും മുന്നോട്ട് വന്നിട്ടില്ല. കാരണം മനുഷ്യന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ മദ്യത്തിന് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ കുറെ ആളുകൾ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോ, ജീവിതത്തിൽ പരിഹരിക്കാനാവാത്ത പ്രതികൂലങ്ങൾ വരുമ്പോ ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ അവരുടെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് വല്ല കാര്യവുമുണ്ടോ? അവരെ സ്നേഹിക്കുന്ന അവരുടെ കുടുംബത്തിലെ ആളുകൾക്ക് തോരാ കണ്ണീര് പകർന്നു കൊടുക്കാമെന്നല്ലാതെ അവരുണ്ടാക്കിയ പ്രശ്നങ്ങൾ അതുകൊണ്ട് പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? അവരുണ്ടാക്കിയ കടം, അവരുണ്ടാക്കിയ ജീവിതത്തിന്റെ തകർച്ച, അവരുണ്ടാക്കിയ കുടുംബ പ്രശ്നങ്ങൾ, അവരുണ്ടാക്കിയ ബന്ധങ്ങളിലെ വിള്ളലുകൾ പരിഹരിക്കാൻ അവരുടെ ആത്മഹത്യക്ക് സാധിച്ചിട്ടുണ്ടോ? ഗവൺമെന്റ് ജോലി ഇല്ലാഞ്ഞിട്ടായിരുന്നോ? വരുമാനം കുറവായിരുന്നിട്ടായിരുന്നോ? കൊണ്ടുവന്ന കാറ് ഇഷ്ടപ്പെടാഞ്ഞിട്ട് സ്ത്രീധനത്തിന്റെ പേരിൽ ഭാര്യയെ കൊന്ന നാടാണ് അക്ഷരാഭ്യാസമുള്ളവരുടെ നാടായ കേരളം. എന്താണ് ഈ പ്രശ്നത്തിന്റെയൊക്കെ കാരണം? ഈ പ്രശ്നത്തിന്റെയൊക്കെ കാരണം മനുഷ്യന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പാപമാണ്. നമ്മളെ ദൈവത്തിൽ നിന്ന് നമ്മളൊക്കെ അകന്നു പോയത് കൊണ്ടാണ് നമ്മൾ ഇത്ര പാപങ്ങൾ ചെയ്യുന്നത്. വഴിയെ പോകുമ്പോ വണ്ടി ഒന്ന് ഒരസിയാൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ പോരാ, വഴിയിൽ കിടന്ന് അടിയുണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് സമാധാനം വരത്തില്ല. ഒരു ചെറിയ പോറലേ വണ്ടിക്ക് വരത്തുള്ളൂ. 500 രൂപയ്ക്ക് പരിഹരിക്കാവുന്ന കാര്യമാണെങ്കിലും വഴിയിൽ കിടന്ന് ബഹളം വെച്ചില്ലെങ്കിൽ അക്ഷരാഭ്യാസമുള്ള പ്രബുദ്ധരായ മലയാളിക്ക് ഉറക്കം വരാത്ത കാലമാണ് ഇന്നത്തെ കാലം. പണ്ടത്തേതുപോലെയുള്ള സ്നേഹവും സഹനശക്തിയും സഹിഷ്ണുതയും എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ട് രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ്, നിറത്തിന്റെ പേര് പറഞ്ഞ് തമ്മിൽ തല്ലാനും കലഹിക്കാനും പ്രബുദ്ധരായ മലയാളിക്ക് മടിയില്ല. കാരണം എന്താ? അവരുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പാപം. ഈ പാപത്തിൽ നിന്ന് ആർ നമ്മളെ വിടുവിക്കും? ഈ പാപത്തിൽ നിന്ന് ആർ നമുക്ക് ഒരു മോചനം തരും? അതിനാണ് ഞങ്ങൾക്ക് പറയാനുള്ള മറുപടി. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. യേശു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തും. കേവലം മദ്യപാനത്തിൽ ആഘോഷിച്ച് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനല്ല യേശു തമ്പുരാൻ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ പാരിലേക്ക് ഇറങ്ങി വന്നത്. നമ്മളെ ഒരു രാത്രിയിലെ ആഘോഷം കൊണ്ട് അവസാനിക്കാൻ വേണ്ടിയല്ല യേശു തമ്പുരാൻ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഒരു കന്യകയുടെ മകനായി ഈ ഭൂമിയിൽ ജന്മമെടുത്തത് പ്രത്യുത സകല മാനവജാതിയുടെയും പാപത്തെ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ ജീവൻ ബലിയാക്കുവാൻ വേണ്ടിയാണ്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കൂടാതെ, ദേശ ഭാഷ വ്യത്യാസം കൂടാതെ സകല മാനവജാതിക്കും, തന്നിൽ വിശ്വസിക്കുന്ന സകല മാനവജാതിക്കും രക്ഷയുടെ വാതിൽ തുറന്നു തരുവാൻ, സ്വർഗത്തിന്റെ വാതിൽ തുറന്നു തരുവാൻ അത്രേ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അതുകൊണ്ട് സ്നേഹത്തോടെ വിളിച്ചു പറയട്ടെ, ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയും നമ്മുടെ ജീവിതത്തിലില്ല. ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു വേദനയും നമ്മുടെ ജീവിതത്തിലില്ല. ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു രോഗമോ ഒരു പ്രതിസന്ധിയോ നമ്മുടെ ജീവിതത്തിലില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ദൈവത്തോടടുത്ത് ചെന്നാൽ, ദൈവവൈതലായി തീർന്നാൽ ദൈവത്തിന് നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ കഴിയും. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കണ്ട. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതിനുള്ള ധൈര്യത്തിന്റെ പകുതി പോലും വേണ്ട. ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ അതൊരു സത്യമാണെന്ന് പ്രബുദ്ധരായ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ആത്മഹത്യ ഒന്നിന്റെയും പരിഹാരമല്ല. മദ്യപാനവും മയക്കുമരുന്നിന്റെയും ഉപയോഗം ഒരു സമാധാനത്തിന്റെയും മാർഗമല്ല. മറിച്ചു ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തോടടുത്തു വരിക എന്നത് മാത്രമാണ് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അനുഭവിക്കാനുള്ള ഏക മാർഗം. അതുകൊണ്ട് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, മദ്യപാനത്തെ ഉപേക്ഷിച്ച്, മയക്കുമരുന്നിനെ ഉപേക്ഷിച്ച്, ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന സകല ദുർമാർഗങ്ങളെയും ദുർശീലങ്ങളെയും ഉപേക്ഷിച്ചു കളഞ്ഞ് കാൽവരി ക്രൂശിൽ മനുഷ്യന്റെ പാപത്തിനു വേണ്ടി ബലിയായി തീർന്ന യേശുവിൽ വിശ്വസിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം ഇന്നു മുതൽ അർത്ഥമുള്ളതായിട്ട് മാറും. നമ്മുടെ ജീവിതം ഇന്നു മുതൽ സന്തോഷമുള്ളതായിട്ട് മാറും. അതിന്റെ അർത്ഥം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ ജീവിതത്തിൽ പിന്നെ പ്രതിസന്ധി ഇല്ല എന്നല്ല, ജീവിതത്തിൽ പിന്നെ പ്രതികൂലം ഒന്നും വരത്തില്ല എന്നല്ല. പക്ഷെ ഏതൊരു പ്രതികൂലത്തെയും ഏതൊരു പ്രതിസന്ധിയെയും സന്തോഷത്തോടെ തരണം ചെയ്യാൻ ദൈവം നിങ്ങളെ പ്രാപ്തരാക്കും.
വിശുദ്ധ ബൈബിളിൽ ദാവീദ് എന്നൊരു രാജാവുണ്ട്. സങ്കീർത്തനങ്ങൾ